നമസ്കാരം. ക്യൂ മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. വിലവർദ്ധനവിനെതിരെ റീവ്സ് സഹായം പ്രഖ്യാപിക്കുന്നു. ഇറാഖ് ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് UKയിലെ വീടുകളിൽ ഹീറ്റിംഗ് ഓയിലിന്റെ വില കുത്തനെ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക കാര്യമന്ത്രി റേച്ചൽ റീവ്സ് കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ഇന്ധന വിതരണത്തിൽ തടസ്സമുണ്ടാവുകയും ഇത് ഹീറ്റിംഗ് ഓയിലിന്റെ വില ഇരട്ടിയോളം വർദ്ധിപ്പിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന വരുമാനം കുറഞ്ഞതും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിൽ ഈ സഹായം പ്രാദേശിക കൗൺസിലുകൾ വഴി വിതരണം ചെയ്യും. പ്രതിവർഷം £1 ബില്യൺ അടങ്ങുന്ന ക്രൈസിസ് ആൻഡ് റെസിലിയൻസ് ഫണ്ട് വഴിയാണ് ഈ സഹായം ലഭ്യമാക്കുക. ഉയർന്ന വില കാരണം പല ഉപഭോക്താക്കൾക്കും അവരുടെ ടാങ്കുകൾ നിറയ്ക്കുന്നതിന് 3 ഇരട്ടി വരെ ചെലവ് വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കച്ചവടക്കാർ അമിതമായി വില ഈടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും വിപണി നിരീക്ഷിക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും കോമയിലാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് പിതാവ് ആയത്തുള്ള അലി ഖമീനിക്കെതിരെ നടന്ന വ്യോമാക്രമണത്തിലാണ് മുജ്തബയ്ക്ക് രൂക്ഷമായ പരിക്കേറ്റതെന്നാണ് സൂചന. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഈ വിവരങ്ങൾ ശരിവെച്ചതായും പെന്റഗൺ വൃത്തങ്ങൾ അറിയിച്ചതായും പറയപ്പെടുന്നു. മുജ്തബയുടെ ശരീരഭാഗങ്ങൾക്ക് കാര്യമായ തകരാറുകൾ സംഭവിച്ചതായും അദ്ദേഹം അബോധാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ശരീരത്തിൽ ചതവുകൾ ഉണ്ടാവുകയും ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്തതായും വാർത്തകളുണ്ട്. ഇറാന്റെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. ഇറാനിൽ നിലനിൽക്കുന്ന കടുത്ത ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും സൈനിക കാവലും കാരണം ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാൻ പ്രയാസമാണെങ്കിലും ഈ വാർത്തകൾ ആഗോള എണ്ണ വിപണിയിലും നയതന്ത്ര രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള യുദ്ധഭീഷണികളും നേതാവിന്റെ ആരോഗ്യസ്ഥിതിയും ലോക രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മലയാളി ഗോട്ട് ടാലന്റ് ലോഞ്ച് ലിവർപൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. UKയിലെ മലയാളി സമൂഹത്തിന് വലിയ സാംസ്കാരിക അവസരമൊരുക്കുന്ന മലയാളി ഗോട്ട് ടാലന്റ് പരിപാടിയുടെ ലോഞ്ച് ഇവന്റ് ലിവർപൂളിലെ കാർഡിനൽ ഹീലൻ സ്കൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. നൃത്തം, സംഗീതം, നാടകം, വിവിധ കലാരൂപങ്ങൾ എന്നിവയിൽ കഴിവുള്ള മലയാളികൾക്ക് അവരുടെ പ്രതിഭ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള വേദിയാണിത്. UKയിലെ മലയാളി സമൂഹത്തിൽ ഈ പരിപാടി വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ലോഞ്ച് പരിപാടിയിൽ കേരളത്തിന്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളി, നൃത്തം, താളവാദ്യങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ അവതരണവും ഉണ്ടാകും. UKയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. ഇത് മലയാളി സമൂഹത്തിന്റെ ഐക്യവും സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ വേദിയായിരിക്കും. മലയാളി കലാപ്രതിഭകൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്ന ഒരു സംരംഭമായി ഈ പരിപാടി മാറുമെന്ന് സംഘാടകർ പ്രതീക്ഷിക്കുന്നു. ഫാർമസികൾ വാരാന്ത്യ സേവനം വെട്ടിച്ചുരുക്കുന്നു. രോഗികൾ ദുരിതത്തിൽ. ഇംഗ്ലണ്ടിൽ ഫാർമസികൾ വാരാന്ത്യങ്ങളിൽ സേവനം വെട്ടിച്ചുരുക്കുന്നതിനാൽ രോഗികൾക്ക് മരുന്ന് ലഭിക്കാൻ ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നതായി റിപ്പോർട്ടുകൾ. 2022 മുതൽ ഏകദേശം 20% വാരാന്ത്യ പ്രവർത്തന സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബജറ്റ് പ്രതിസന്ധിയും വർദ്ധിച്ചുവരുന്ന ചെലവുകളും കാരണം ഇംഗ്ലണ്ടിലെ 6 ഫാർമസികളും വാരാന്ത്യത്തിലെ പ്രവർത്തന സമയം കുറച്ചിട്ടുണ്ട്. ചിലത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പല രോഗികളെയും അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളിലോ A&E വിഭാഗങ്ങളിലോ എത്താൻ നിർബന്ധിതരാക്കുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഈ പ്രശ്നം രൂക്ഷമാണ്. കോൺവാൾ, ഡെവോൺ പോലുള്ള സ്ഥലങ്ങളിൽ മുൻപുണ്ടായിരുന്ന ഫാർമസികൾ അടച്ചുപൂട്ടുകയോ പ്രവർത്തന സമയം കുറയ്ക്കുകയോ ചെയ്തതോടെ സമീപ നഗരങ്ങളിലേക്ക് രോഗികൾക്ക് എത്തേണ്ട അവസ്ഥയാണ്. വിൻഡർമിയർ പോലുള്ള സ്ഥലങ്ങളിൽ ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കുന്ന അടുത്ത ഫാർമസിക്കായി 16 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇത് ദുർബലരായവർക്കും യാത്രാ സൗകര്യമില്ലാത്തവർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ടെസ്കോയിൽ £13 നിയമം നടപ്പാക്കുന്നു. 3000 സ്റ്റോറുകളിലെ 3 ലക്ഷം ജീവനക്കാർക്ക് ശമ്പള വർധന. UKയിലെ ഏറ്റവും വലിയ സൂപ്പർമാർക്കറ്റ് ചെയിൻ ടെസ്കോ 3000-ലധികം സ്റ്റോറുകളിലെ 3 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ശമ്പള വർധന നൽകാൻ പോകുന്നു. വർക്കേഴ്സ് യൂണിയൻ അനുസരിച്ച് സ്റ്റോർ ഫ്ലോർ ജീവനക്കാർക്ക് UK വ്യാപകമായി മണിക്കൂറിന് ഏകദേശം £13.35 ആകും. ലണ്ടനിലെ ജീവനക്കാർക്ക് £14.71 വരെ ലഭിക്കും. ഈ പുതിയ ശമ്പള ഘടന മാർച്ച് 2026 മുതൽ പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ജീവനക്കാരുടെ ഏപ്രിൽ പേ ചെക്കിൽ പ്രതിഫലിക്കും. ടെസ്കോയുടെ വാർഷിക ശമ്പള വർധനാ നയത്തിന്റെ ഭാഗമാണിത്. കഴിഞ്ഞ വർഷം £180 മില്യൺ നിക്ഷേപിച്ച് മാർച്ചിൽ £12.45 ഓഗസ്റ്റിൽ £12.64 ശമ്പളം വർദ്ധിപ്പിച്ചിരുന്നു.
UK-യിലെ ദേശീയ ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളം ഏപ്രിലിൽ 12.71 പൗണ്ട് ആകുന്ന സാഹചര്യത്തിൽ ടെസ്കോ ജീവനക്കാരെ ആകർഷിക്കാനും നിലനിർത്താനുമുള്ള മത്സരാധിഷ്ഠിത തന്ത്രമാണിത്. ലണ്ടൻ അലവൻസ്, ഷിഫ്റ്റ് സപ്ലിമെന്റ്, സിക്ക് പേ എന്നിവയും വർദ്ധിപ്പിക്കുന്നു. 2022 ഏപ്രിൽ മുതൽ ടെസ്കോ ഏകദേശം 32% ശമ്പള വർധന നൽകിയിട്ടുണ്ട്. അയർലൻഡിലെ സ്ലൈഗോയിൽ മലയാളി നഴ്സ് നൈസിൻ തോമസ് നിര്യാതയായി. സ്ലൈഗോ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് നഴ്സായിരുന്ന നൈസിൻ തോമസ് കഴിഞ്ഞ ദിവസം നിര്യാതയായത് മലയാളി സമൂഹത്തെ ദുഃഖിതരാക്കി. കേരളത്തിലെ ചാലക്കുടി മാളിയേക്കൽ ചെറ്റക്കലിൽ നിന്നുള്ള നൈസിൻ്റെ സംസ്കാരം മാർച്ച് 16 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്ലൈഗോയിലെ സെയിൻറ്റ് ബ്രിജിറ്റ് ചർച്ചിൽ നടക്കും. പൊതുദർശനം മാർച്ച് 15 ഞായറാഴ്ച സ്ലൈഗോയിലെ ഫ്യൂണറൽ ഹോമിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ്. ബാംഗ്ലൂരിലെ ഗൗതം കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് ഡിഗ്രി നേടിയ നൈസിൻ പൂനെയിലെ റൂബി ഹോൾ ക്ലിനിക്, ഒമാൻ ഹെൽത്ത് മിനിസ്ട്രി, സോണാസ് നഴ്സിംഗ് ഹോം, അയർലൻഡ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സ്ലൈഗോ, മലയാളി അസോസിയേഷൻ സ്ലൈഗോ, വിവിധ സാംസ്കാരിക സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു, ജാഗ്രത പാലിക്കാൻ വിദഗ്ധർ. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ UK-യിലെ നിരവധി മലയാളികൾ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായതായി റിപ്പോർട്ടുകൾ. ചിലർക്ക് 1 കോടി രൂപ വരെ നഷ്ടപ്പെട്ടതായും വിവരമുണ്ട്. തട്ടിപ്പിൽപ്പെട്ടവരെ വീണ്ടും മണി ചെയിൻ പോലുള്ള പദ്ധതികളിലൂടെ ആകർഷിക്കാനും ശ്രമങ്ങളുണ്ട്. UK-യിൽ ID പ്രൊഫൈൽ ഇല്ലാതെ സിം കാർഡുകൾ എളുപ്പത്തിൽ ലഭിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകാൻ കാരണമാകുന്നതായി പറയപ്പെടുന്നു. തട്ടിപ്പിൽ ഇരയായവരിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നു. നാണക്കേടും സാമൂഹിക ഭയവും കാരണം പലരും സംഭവം പുറത്തു പറയാൻ മടിക്കുന്നതായും സൂചനയുണ്ട്. ആകർഷകമായ പ്രൊഫൈൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് നിക്ഷേപ പദ്ധതി, വൻ ലാഭം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്നതാണ് ഇവരുടെ രീതി. ഈ തട്ടിപ്പുകളുടെ വ്യാപ്തിയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിന് കൈമാറിയതായും പ്രതികളെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിദേശത്തുള്ളവർക്ക് പരാതി നൽകാനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മലയാളി അരുൺ ശ്രീധറിൻ്റെ കുടുംബസഹായത്തിനായി ഫണ്ട് ശേഖരണം ആരംഭിച്ചു. സ്കോട്ട്ലൻഡിലെ അബർദീനടുത്തുള്ള ബ്രേമിരിൽ താമസിച്ചിരുന്ന അരുൺ ശ്രീധർ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായത് മലയാളി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഒരാഴ്ചയായി അബർദീൻ റോയൽ ഇൻഫർമറിയിൽ ചികിത്സയിലായിരുന്നെങ്കിലും ഫെബ്രുവരി 27 വെള്ളിയാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. ആലപ്പുഴ കായംകുളം സ്വദേശിയായ അരുൺ ഏകദേശം 9 മാസം മുമ്പാണ് കുടുംബത്തോടൊപ്പം സ്കോട്ട്ലൻഡിലെത്തിയത്. ഭാര്യ സന്ധ്യയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം അപ്രതീക്ഷിതമായി ദുഃഖത്തിലായിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്താനും യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷനും അബർദീൻ മലയാളി അസോസിയേഷനും ചേർന്ന് ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. GoFund.me എന്ന ലിങ്കിലൂടെ സംഭാവനകൾ നൽകാം. സ്കോട്ട്ലൻഡിലെത്തിയ അരുണിൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ UK മലയാളികളോടും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളി UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളി UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.